ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പുറകിലേക്കുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും എൻ്റെ മുന്നിലേക്കുള്ള ശുശ്രൂഷകൾ നോക്കുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തിരി കൃതജ്ഞതാ മനോഭാവത്തോടു കൂടെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ സാക്ഷ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ശുശ്രൂഷയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി എന്ന ഒരു ചർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ജനിച്ച ഈ ഭൂമിയിലേക്ക് വന്ന് ശുശ്രൂഷയിൽ വളർത്തപ്പെടാനായിട്ട് ഇടയായിത്തീർന്നത്. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ തന്നെ, പെന്തക്കോസ്ത് അനുഭവമുള്ള ഒരു കുടുംബത്തിൽ തന്നെ ഒരു മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വളരുവാൻ ദൈവം എന്നെ സഹായിച്ചു. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ എൻ്റെ അമ്മയും പിതാവും അതോടൊപ്പം തന്നെ അവർ എന്നെ കർത്താവിൻ്റെ വേലയിൽ കടന്നു വരാൻ എന്നെ പ്രോത്സാഹിപ്പിക്കും, എന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്കൊരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വായിക്കാനുണ്ട്. അത് യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. അത് എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, കൺസീവ് ആയിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു. മതി. ഈ ഭാഗം എൻ്റെ അമ്മ ഞാൻ കൺസീവ് ആയിരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വയറ്റിലെ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അമ്മയ്ക്കും ശുശ്രൂഷയിലേക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ കഴിയാതിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു പദം ഇങ്ങനെയായിരുന്നു: എനിക്ക് തരുന്ന ഒരു മകൻ എനിക്ക് വേണ്ടി തരുന്നുണ്ടെങ്കിൽ ആ മകനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുടുംബത്തിനകത്ത് ഞാൻ ജനിക്കാനിടയെത്തിയിരുന്നത്. അപ്പോൾ വളരെ ചെറിയ സമയം മുതൽ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളും ദൈവ ഭക്തിയിൽ വളർന്നു വരാനുള്ള ഗൈഡൻസിലൊക്കെ തന്ന് എന്നെ വളർത്താൻ പ്രിയ കുടുംബത്തിന് കഴിഞ്ഞു. അതിനൊപ്പം തന്നെ എനിക്ക് അമ്മയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, അമ്മ എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറും കൂടെയാണ്. അങ്ങനെ വളരെ ചുരുക്കം പേർക്ക് ലഭിക്കുന്നൊരു ഭാഗ്യം എനിക്കും ദൈവം തരാനിടയിൽ തീർന്നു. അമ്മ എന്നെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കാനിടയിൽ തീർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഞങ്ങളുടെ ചർച്ച് പാസ്റ്റർക്കെല്ലാം അറിയാം, ജോസഫ് പാസ്റ്റർ അതുപോലെ സുജി പാസ്റ്ററിന് അറിയാം. എൻ്റെ വീടും ചർച്ച് എന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു റോഡിനപ്പുറമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ ചർച്ച് കാണാം. അപ്പോൾ അത്രയ്ക്കും അടുത്താണ് എൻ്റെ ചർച്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ചർച്ചിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വളരെ വളരെ ചെറുപ്പ സമയത്ത് മുതൽ തന്നെ നോക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ദൈവം എന്നെയും പ്രാപ്തനാക്കിയിട്ടുണ്ട്. പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ എനിക്കൊന്ന് ഞാൻ 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ചർച്ചിലെ കാര്യങ്ങൾ, ചർച്ച് വൃത്തിയാക്കുക, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ അവിടുത്തെ അന്നുണ്ടായിരുന്ന ഒരു ദൈവദാസൻ, വളരെ പ്രായമുള്ളൊരു ദൈവദാസൻ, കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ യേശുദാസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസനാണ് അന്ന് സഭയിലുണ്ടായിരുന്നത്. അദ്ദേഹം ഞങ്ങളെ ശുശ്രൂഷയിലേക്കൊക്കെ അന്ന് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ +2 കഴിഞ്ഞ ബൈബിൾ കോളേജിലേക്ക് വന്ന് ഇപ്പം ശുശ്രൂഷകനായിട്ട് തിരിച്ചു പോകുന്ന സമയത്തും അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദൈവം എന്നെയും പ്രാപ്തനാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലും വളരെ വിശ്വസ്തയോടെ ചെറുപ്പകാലം മുതൽ തന്നെ ആയിരിക്കും ദൈവനെ സഹായിച്ചു. എന്നാൽ ഞാൻ വളർന്നു വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എന്തായാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങും, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തായാലും സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം, എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ നേടിയതിന് ശേഷം മാത്രം വീണ്ടും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു വൊക്കേഷണൽ ടൈമിൽ നടന്നൊരു ക്യാമ്പുണ്ട്, യൂത്ത് ക്യാമ്പുണ്ട്. നമ്മുടെ ചർച്ചിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു യൂത്ത് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിനകത്ത് ജോബി ഹാൽവിൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം വീഡിയോ ക്ലിപ്പിംഗ്സിനകത്തൂടെ ഞങ്ങളെ ടീച്ച് ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം കാഴ്ച ക്ലിപ്പിംഗ്സ് എങ്ങനെയായിരുന്നു, എനിക്ക് തോന്നുന്നു അത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അവിടെ ഒരു നദീതീരത്ത് ആളുകൾ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ദഹിപ്പിക്കുകയാണ്. എന്നാൽ അവിടുത്തെ ഒരു കൂട്ടം സന്യാസിമാർ അവരവിടെ നിന്ന് വന്നിട്ട് അവരുടെ വസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ പൂർണ്ണ നഗ്നരാണ്. അവർ പുറത്തേക്ക് പൂശിയിരിക്കുന്ന പറഞ്ഞാൽ ഈ ശവശരീരങ്ങൾ കത്തിച്ച് കിടക്കുന്ന ആ ചാരം എടുത്തിട്ട് അവർ ശരീരം മുഴുവൻ പൂശും. ഇതാണ് അവരുടെ നഗ്നത മറയ്ക്കുന്ന ഒരു വസ്ത്രമെന്ന് പറഞ്ഞിരിക്കുന്നത്. നഗ്നത മറച്ചിട്ട് അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കത്തിച്ച് ഇങ്ങനെ കിടക്കുന്ന ഈ ഡെഡ് ബോഡിയിൽ ഈ അവശേഷിക്കുന്ന ചില മാംസങ്ങളുണ്ടാകും. ചില പട്ടിയൊക്കെ വന്നിട്ട് മണപ്പിച്ച് ചിലപ്പോൾ അത് അറപ്പോടെ തിരിച്ചു പോകുന്നൊരു വീഡിയോ, ആ ഒരു ഭാഗം കൂടെയാണ് ഞാൻ കണ്ടത്. അത് കണ്ട് മണപ്പിച്ച പട്ടി തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ സന്യാസി ഈ മനുഷ്യൻ വന്നിട്ട് അതെടുത്ത് ഭക്ഷിക്കുന്നത് കണ്ടു. എനിക്ക് വളരെയധികം ഭാരം തോന്നി.
എന്നിട്ട് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. കർത്താവെ, എന്നെ അയക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സമൂഹങ്ങളിലേക്ക് എന്നെ അയക്കണമേ. കർത്താവിനെ അറിയാത്ത ആളുകളിലേക്ക്, അങ്ങനെയുള്ള ജനസമൂഹങ്ങളിലേക്ക് എന്നെ അയക്കണമെന്ന് ആ സമയത്ത് എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനിടയിൽ തീർന്നു. അപ്പോൾ തന്നെ എനിക്ക് പഠിക്കണമെന്ന ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അപ്പോഴും എൻ്റെ ഉള്ളിലുള്ളത് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. അതൊരു എൻ്റെ ഒരു പേഴ്സണൽ എൻകൗണ്ടറായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ വ്യക്തിപരമായ ഒരു സമർപ്പണം അവിടെ സംഭവിച്ചു സുവിശേഷ വേലയ്ക്ക് വേണ്ടി. എൻ്റെ മാതാപിതാക്കളെക്കാളും എൻ്റെ സഭയിലുള്ള പ്രോത്സാഹനത്തെക്കാൾ അധികം ഒരു എൻകൗണ്ടർ, ദൈവമാകുന്നൊരു സന്ദർശനം ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ചറിഞ്ഞു. പക്ഷേ വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 11ാം ക്ലാസ്സിൽ പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് VBS നടക്കുന്നൊരു സമയമുണ്ടായിരുന്നു. അതിനകത്തും ലാസ്റ്റ് ഒരു മിനിസ്ട്രി പോയിന്റിലേക്ക് വന്നപ്പോൾ ദൈവം എന്നോട് വളരെ വ്യക്തമായി സംസാരിച്ചു. അധികം വിദ്യാഭ്യാസമൊന്നും നേടുന്നതിനേക്കാൾ അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് മറ്റൊരു എൻകൗണ്ടർ, സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് മീറ്റിംഗ് ദൈവമായിട്ട് എനിക്കുണ്ടായി. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, എൻ്റെ പ്രാഥമികമാകുന്ന ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് ശേഷം ദൈവവചന പഠനത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ +2 പഠനശേഷം റിസൾട്ടിന് പോലും കാത്തു നിൽക്കാതെ കൊല്ലത്ത് ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോളേജിലേക്ക് കടന്നുപോയി. അവിടെ 3 വർഷം BTH പഠനം പൂർത്തിയാക്കി. നേരെ അവിടുന്ന് പിന്നെ വരുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് വൈവാമിൻ്റെ ഒരു കോഴ്സിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അവിടെ DTS എന്ന് പറഞ്ഞൊരു ട്രെയിനിങ്ങിലേക്ക് ഞാൻ കടന്നു വന്നു. എൻ്റെ ആഗ്രഹം DTS എന്ന പഠനം, ആ ട്രെയിനിങ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നായി അവിടെ വെളിപ്പെടാനിടയിൽ തീർന്നു. അപ്പോൾ ഞാൻ DTS കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ തന്നെ വീണ്ടും സ്റ്റാഫായിട്ട് ഞാൻ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആദ്യം സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ പഠിക്കാൻ വരുന്ന സമയത്ത് പ്രിയ പാസ്റ്ററേയും ചേച്ചി, ഞാൻ ഒരു ദിവസം നമ്മുടെ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ അന്ന് ഒരു സൺഡേ ഈവനിങ് സർവീസ് നടക്കുന്ന സമയമാണ്. ഞാനന്ന് അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ വളരെ അധികം ഒന്നും സംസാരിച്ചില്ല. ജസ്റ്റ് ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഞങ്ങളെ അടുത്ത കോഴ്സിനകത്ത് പഠിപ്പിക്കാനായിട്ട് അവർ വന്ന സമയത്ത് വളരെ പ്രാർത്ഥനയോടെയാണ് അവരും കടന്നു വന്നത്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ പങ്കുവച്ചു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയം തന്നിട്ടുണ്ടായിരുന്നു. അവർക്കും വളരെ പ്രാർത്ഥനയോടെയാണ് അവരും കാര്യങ്ങൾ എന്നോട് പങ്കുവെച്ചത്. പക്ഷേ വളരെ ഒരു നീണ്ട ഒരു സമയം, എനിക്ക് തോന്നുന്നു 6 or 7 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു കൺഫർമേഷനോടുകൂടെ ഞാൻ ഈ ചർച്ചിൽ വന്നിട്ടാണ് ആദ്യം പ്രാർത്ഥിച്ച് ഇവിടുന്ന് കോഴിക്കോടേക്ക് അയക്കപ്പെടുന്നത്. അങ്ങനെ 2018 ജൂൺ മാസത്ത് അങ്ങനെ ഈ സഭയുടെ ഭാഗമായി തീരാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ 7 വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം അപ്സ് ആൻഡ് ഡൗൺസിലൂടെ, ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകാൻ ദൈവം എന്നെ അനുവദിച്ചു. പലവിധമാകുന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഒത്തിരി നന്മകളും ഒത്തിരി കൂട്ടായ്മകളും അനുഭവിക്കാൻ ദൈവം ഇടയാക്കി തീർത്തു. അതിലൊന്നാണ് പിതാവിൻ്റെ വിയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മറ്റൊരു ബ്ലെസ്സിങ് ആയിരുന്നു 2024 ജനുവരി 4-ാം തീയതി തന്നെ ദബോറ എൻ്റെ കൂടെ കടന്നു വന്നു. അത് നമുക്ക് ശുശ്രൂഷയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കാഴ്ചയോടായിരുന്നു അന്ന് അവിടെ നടന്നത്. അത് അനുഗ്രഹിച്ചത് പ്രിയ സുജി പാസ്റ്ററായിരുന്നു. സഭയായിരുന്നു അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാവരെയും വളരെ കൃതജ്ഞതയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജനുവരി ഈ 2025 ജനുവരി മാസം 29-ാം തീയതി അനദർ ബണ്ടിൽ ഓഫ് ബ്ലെസ്സിങ് അബിഗൈൽ ഞങ്ങളുടെ കൂടെ ചേർന്നു. അത് വളരെ അനുഗ്രഹമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ തന്നെ സഭയിലും സഭാജീവിതം മുന്നോട്ട് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നില്ല, എപ്പോഴും വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ് സഭയിൽ നിന്ന് ലഭിച്ചതെന്ന് പറയില്ല. പല സമയത്തും വളരെ നിരാശപ്പെട്ടു പോയ സാഹചര്യങ്ങളുണ്ട്. പല സമയത്ത് പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ട് ആത്മാക്കളൊന്നും രക്ഷിക്കപ്പെടുന്നില്ലല്ലോ എന്ന നിരാശയിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. പല സമയത്തും ഞാൻ അവിടെ നിന്നൊക്കെ കോഴിക്കോടുള്ള പ്രവർത്തനങ്ങൾ ഒരു സമയത്ത് ഇങ്ങനെ വളരെ മന്ദീഭവിച്ചു പോയി. ഈ കോവിഡിൻ്റെ സമയത്ത് ആ സമയത്തൊക്കെ പ്രിയ സുജി പാസ്റ്റർ ചേച്ചിയുടെ ഒരു അഭയം എന്ന പോലെ ഞാൻ ഇവിടെ വരികയും ഉപവാസത്തോടെ പ്രാർത്ഥനയോടൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ആത്മീയ മെൻറ്റർ നിലയിൽ അവരെന്നോട് എപ്പോഴും കൈത്താങ്ങൽ തന്ന് എന്നെ കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് എന്നെ കറക്റ്റ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ലൈൻ വിട്ടു പോകുമ്പോൾ തിരിച്ചെന്നെ വീണ്ടും ആ ലൈനിലേക്ക് അലൈൻ ചെയ്യാൻ പ്രിയ ദൈവവാസനയും ചേച്ചിയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ
അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ട്. പല സമയത്ത് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശകൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും ശുശ്രൂഷകൾ ഇത്രത്തോളം കഴിഞ്ഞ 7 വർഷം പ്രിയ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ എനിക്കൊന്ന് 1 വർഷം മുമ്പാണ് പാസ്റ്റർ ഇങ്ങനെ ഓർഡിനേഷനെ കുറിച്ചുള്ള കാര്യം എന്നോട് പറഞ്ഞപ്പോൾ അത് എന്നോ നടക്കാനുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അത് വളരെ ഈസി ആയിട്ട് എടുത്തിരുന്നു. വെരി വെരി ട്രൂലി ഐ എം സേയിങ്. ഓക്കെ, വളരെ ഇതൊന്നും നടക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ടേക്ക് ഇറ്റ് ഈസി, വളരെ ഈസി ആയിട്ട് എടുക്കുന്ന സമയത്ത് പക്ഷേ ആ നാള് വളരെ അടുത്ത് വന്നെത്തി, ഡേറ്റ് ഫിക്സായി. അങ്ങനെ വളരെ തീഷ്ണമായ കാര്യങ്ങൾ പോകുമ്പോൾ ഞാൻ വീണ്ടും പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ളൊരു അവസരം തന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് കർത്താവേ, ഇങ്ങനെയുള്ള നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ എനിക്ക് പ്രാപ്തിയില്ലല്ലോ. ഞാൻ വളരെ എന്താ പറയുക, എനിക്ക് ഇതിലേക്കൊന്ന് കടന്നു വരാൻ ഞാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? ഞാൻ നേരത്തെ പറയുന്നത് 7 വർഷം മുമ്പ് ഞാൻ സഭ ചാർജ് എടുക്കുമ്പോൾ 22 വയസ്സ്, 21 ഇങ്ങനെ കഴിഞ്ഞ് 22 കയറുന്ന സമയത്താണ് കോഴിക്കോട് സഭാ ചാർജ് എടുക്കുന്നത്. ആ സമയത്ത് ആ സമയത്തും അതുപോലെ ഇപ്പോൾ 7 വർഷം കഴിയുമ്പോൾ 28-29 വയസ്സാണ് എൻ്റെ പ്രായം. ആ ടൈമിൽ കർത്താവ് ഇത്രയും സമയത്ത് ഇത്രയും വാലിച്ച നുഖങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി കർത്താവിനോട് മസിൽ പിടിക്കുന്ന സമയത്ത് ദൈവം തന്ന ഒരു ഉത്തരം, ഞാനൊരു മിഷണറി മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു നിവാസിനോട് കേട്ട ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: ദൈവം നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണി നമ്മളെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി നമ്മൾ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ അപ്പോൾ പറഞ്ഞ, കർത്താവേ, ഞാൻ വില്ലിങ് ആണ് കർത്താവേ. ഞാൻ പറയാനിരിക്കുമായിരുന്നു, പാസ്റ്ററെ, ഈ സമയത്ത് എനിക്ക് വേണ്ട, അടുത്തൊരു സമയം മതിയാണ്, അടുത്തൊരു സമയത്തിലേക്ക് ഞാൻ കാത്തിരിക്കാം. പക്ഷേ ദൈവം എന്നെ അതിനുവേണ്ടി ഇങ്ങനെ തള്ളി വിടുന്നത് പോലെ വിട്ടൊരു ശുശ്രൂഷയിലേക്കാണ് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളുടെ ഗൃഹവിചാരകനായി തീരുവാൻ ഉള്ളൊരു പൂർണ്ണ സമർപ്പണത്തോടു കൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പായി, സഭയുടെ മുമ്പായി, ശുശ്രൂഷയുടെ മുമ്പായി ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം വിരാമം കുറിക്കുന്നു. ഭാവിയെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യ വിരാമം കുറിക്കുന്ന ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.